എല്ലാ മാസം ഇന്നതാണ് തുണിയാന്ന് കുട്ടിയാന്ന് പൊളിയുന്നതാണ് പൊളിയാത്തതാണ് ഒരു ചെരുപ്പാന്ന് ബാഗാന്ന് ഇതെല്ലാം ഞാൻ പറയുന്നുണ്ട്. ആരുണ്ടാവൂല വീട്ടിൽ പോയാലും തരാൻ പഠിച്ചിട്ട് അല്ലേ നമ്മൾ ഈ പ്രാചീകത്തിൽ എടുത്തുകൊണ്ടെന്നില്ലെങ്കിൽ ഈ നാട്ടിന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതെത്ര നമ്മൾ കൊണ്ടേ. ഞാൻ വിജയാണേ, ഹരിതകർമ്മസേനന്ന്. ഇന്ന് നമ്മുടെ MCF കുറച്ച് പേരുണ്ട്. ആ വെയിൽ മിഷന്റെ ലിവർ പൊട്ടിപ്പോയി. ആ അതിനിപ്പോ വെല്ലേണ്ടി വരും. ആ ശരി എന്റെ അമ്മയെ സമാധാനായി എന്നാ പറഞ്ഞേ, ശരിയാക്കി തരാണ്. മനുഷ്യനിപ്പൊ ടെൻഷൻ വെച്ച് ചത്തേനെ. നിർത്തിയില്ല. നീ എന്നാ തൊഴിലുറപ്പിന് പോകാനാ അതോ കലക്ടർ ഉദ്യോഗം എടുത്ത് വെച്ചിട്ടുണ്ടാ? തൊഴിലുറപ്പിന് പോകാനുണ്ട് വിജയിച്ചേ. നമ്മളെ ക്ലസ്റ്റർ തീരെ ശരിയല്ലേ. എപ്പൊ നോക്കുമ്പോ പരദൂഷണം കുറ്റം പറ്റില്ല. എല്ലാവർക്കും ഒരുപോലെ പണിയെടുക്കാനാവുക. എന്നോട് എന്റെ രാജുവാട്ടം പറഞ്ഞു ഈ പണി നിർത്തിക്കോ. ഞാനും നീ അടക്കം 32 പേരുണ്ട് ഈ പഞ്ചായത്തില് ഹരിതകർമ്മസേനയില്. ഈ 32 പേർക്കും 10,000 രൂപ മുതൽ 15,000 രൂപ വരെ കൂലി കിട്ടുന്നുണ്ട്. പറഞ്ഞു തീർക്കാൻ പറ്റിയ നിസാര പ്രശ്നങ്ങളുടെ പേരില് നീ ഇത് മതിയാക്കി പോന്ന് പറഞ്ഞ അബദ്ധാന്നേ. ചായ്മ പറഞ്ഞാലും കാര്യമുണ്ട് വിജി. പാടിലേക്ക് ഇറങ്ങുമ്പം 3 ആളുണ്ടെങ്കിൽ 3 ആളെ കയ്യിൽ ഫോണുണ്ടാവും. എന്നാലോ കൊടുക്കുകയും ചെയ്ത് ഫോൺ ചെയ്യല് ഒറ്റ ഫോണിൽ. ഞാൻ എപ്പം പറയും എല്ലാരും ഫോണിൽ ചെയ്യാൻ. ഒരു ഫോണിൽ ചെയ്താൽ തമ്മിലുണ്ടാവുന്നില്ല. അത് മാത്രമല്ല, എല്ലാവർക്കും അവനവന്റെ വാർഡില പണി. അനക്ക് വച്ചിരിക്കും അങ്ങനെ 2-ാം വാർഡിൽ ബസിന്റെ പൈസ എത്രയാണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് കൂലി എല്ലാവർക്കും ഒരുപോലെയാണേ. ഇതെല്ലാം പ്രശ്നമാണ്. അതുകൊണ്ടാണ് എന്നോട് എന്റെ രാജുവാട്ടം പറഞ്ഞ് ഈ പണി നിർത്തിക്കോ. നീ എന്നിട്ടോ രാജുവാട്ടം? അല്ലപ്പാ, മാസം പഞ്ചായത്തില് അവലോകനം അവ വിളിക്കുന്നില്ലേ? അപ്പൊ നിന്റെ അണ്ണാക്ക് തുറന്ന് പറഞ്ഞൂടെ? പ്രശ്നങ്ങളില്ലോ. വിജയിച്ച് പറഞ്ഞ ശരിയാ. ഒരു കുടുംബത്തിന് ഹരിതകർമ്മസേനാംഗമായി ജോലി കൊടുത്തിട്ട് സംസ്ഥാനത്തെ ആദ്യത്തെ പഞ്ചായത്താ നമ്മുടെ പഞ്ചായത്ത്. അതുകൊണ്ട് എന്റെ പൊന്നു ഷൈമേ, കൈ കിട്ടി വളർത്തി നീ തട്ടിക്കളിയല്ലേ. വിജയിച്ച് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന പരിഹരിക്കുന്നതല്ലേ. അത് മാത്രം നല്ലതേ. രാജീവാടിന്റെ പിള്ളേർക്കും തീരെ താല്പര്യമില്ല. പിന്നെ വേസ്റ്റ് നാറുന്നത് പറഞ്ഞിട്ട് അതിനൊന്ന് കെട്ടിപ്പിടിക്കാൻ കൂടി ഇല്ല. അത് നീ സോപ്പ് വെച്ച് കൊടുക്കാത്തതിന്റെ പ്രശ്നമാണ്. പിന്നെ രാജീവായിട്ട് നിന്നെ കെട്ടിപ്പിടിക്കാനേ അറിയുന്ന വ്യത്യാസം. ഒന്ന് പോകും. എന്റെ നാട്ടെന്ന് പറഞ്ഞാ ഒരു വല്ലാത്ത നാട്ടം തന്നെയാണ്. എന്റെ മോൻ, എന്റെ പൊന്നു മോൻ എന്നെ എന്നും കെട്ടിപ്പിടിക്കുമായിരുന്നു. ഇപ്പൊ വേസ്റ്റ് നാറുന്നെന്ന് പറഞ്ഞിട്ട് അതെല്ലാം മതിയാക്കിയാട്ടെ. വേഗം HM മൾട്ടിയും രാജാവാരൊന്ന് തരംതിരിച്ചാട്ടെ. അതൊരു ഭയങ്കര സംശയം പോയല്ല. ഇപ്പോൾ ഒടുക്കത്തെ സംശയം തീരൂലല്ലാന്നേ. ഇവക്കൊരു സംശയമുണ്ടെന്നുണ്ടേ ഒഴിവുവേളകൾ ആനന്ദകരമാക്കാൻ കിട്ടിയ പാട്ടയും കുപ്പിയും കൊണ്ട് പൂവും കായലും ഉണ്ടാക്കാൻ ഇവിടെ പണി. പിന്നീട് ഇവക്ക് ഓർമ്മയുണ്ടാവുകയാണ്. ഒഴിവുവേളകൾ നീ ആനന്ദകരമാക്കിക്കോ. ഈ പണി പഠിച്ചിട്ട് മതി കേട്ടാ. 50 പൈസേനെ സഞ്ചി HM, ബിസ്ക്കറ്റിൻ്റെത് മൾട്ടി, പഞ്ചസാരയിൽ കെട്ടിക്കൊടുക്കുന്ന കവറ് LD അല്ലെങ്കിൽ സോഫ്റ്റ്, മിക്സർ പോലുള്ള പാക്കറ്റിന്റെ കവറ് രാജാവ്. ഇനിയും അതിന് സംശയം കൊണ്ട് വന്ന ജീവനറിയും. നാളെ വാടിട്ടില്ലാതെ പണി. അതെന്താ നിങ്ങൾക്കൊരു പുച്ഛം? ആ രേഷ്മേന് വായിലൊന്നും കേൾക്കണ്ടേ? എന്നാ പിന്നെ നിങ്ങൾ പോണ്ട, ഞാൻ പോകാം. അതാ നല്ലത്. ഓക്ക് നിങ്ങളെ പറ്റൂ. ഗർഭിണിയായാലും കുറച്ചടങ്ങും വിചാരിച്ചു ഏടാ. നിങ്ങൾ എല്ലാരും കേൾക്കണം. ഹരിതകർമ്മസേന തുടങ്ങിയ കാലം മുതലുള്ള ആളാണ് ഞാൻ അനുഭവിച്ചത്രയൊന്നും നിങ്ങൾ ആരും അനുഭവിച്ചിട്ടുണ്ടാവില്ല. കേൾക്കാത്ത ചീത്ത വാക്കില്ല. ജാതിയും മതവും ഒന്നും ചോദിക്കരുത് പറയുന്നതാ പറയുന്നത്. പക്ഷേങ്കില് നമുക്കൊക്കെ കുടിക്കാൻ തരുന്ന ഗ്ലാസ് കണ്ടാ മതി, അതിൽ കാണും ജാതി. നിങ്ങൾ ഈ കൈ കണ്ട ഇതൊരാൾ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ് മോളെ. എന്നിട്ട് തളർന്നിട്ടില്ല, തളരുമില്ല. എല്ലാ മനുഷ്യന്മാരുടെയും ചോരയുടെ നിറം ചുവപ്പാണെന്ന് തിരിച്ചറിവില്ലാത്തോണ്ടാ യുവമാരൊക്കെ ഇങ്ങനെ നടക്കുന്നേ. എല്ലാ മനുഷ്യന്മാരും ഒന്നാ. ആണ് പെണ്ണിനേക്കാൾ വലുതാണെന്ന് ഒരു കൂട്ടം, പെണ്ണ് ആണിനേക്കാൾ വലുതാണെന്ന് മറ്റൊരു കൂട്ടം. എന്നാ ഇതിലൊന്നും പെടാത്തവരുണ്ട്. മനുഷ്യരായി പോലും പരിഗണിക്കപ്പെടാതെ പോകുന്നവർ. ഇവരെ എല്ലാം ഒന്നായി കാണാൻ
വന്നു. ഞങ്ങളുടെ നാട്ടിലെ ന്യൂ ഇയറിന് അവതരിപ്പിച്ച ഒരു ചെറിയ നാടകമായിരുന്നു ഇത്. ഹരിത കർമ്മസേനയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ തീം. നമ്മൾ ഓരോ വീട്ടിൽ ഇപ്പോൾ വരുന്ന ആൾക്കാരുടെ ഓരോ കാര്യങ്ങളും അവർ ഈ വിഷയത്തിൽ ഈ നാടകമാക്കിയതിൽ കണ്ടു നിന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ശരിയാണ്, ഇവർ വീട്ടിൽ വരുന്നത് വെറുതെ അല്ല, നമ്മുടെ നാടിനെ സംരക്ഷിക്കാനും വീടിനെ സംരക്ഷിക്കാനും ഒക്കെയാണ് എന്നുള്ളത്. ഇതിൻ്റെ ബാക്കിയും കുറച്ചുണ്ടായിരുന്നു, ഞാൻ പകുതിയേ എടുത്തുള്ളൂ. പ്ലാസ്റ്റിക് ഡെയിലി ഇങ്ങനെ കത്തിച്ചിട്ട് അസുഖം വന്നിട്ട് ലാസ്റ്റ് മരിച്ചു പോകുന്ന ഒരു കഥയുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എൻ്റെ മോൻ എന്നോട് ചോദിച്ചു, അമ്മ പ്ലാസ്റ്റിക് കത്തിച്ചാൽ മരിക്കുമോ എന്നുള്ളത്. ഞാൻ പറഞ്ഞു അത് ശ്വസിക്കുന്നത് നല്ലതല്ല എന്ന്. അപ്പോൾ അതൊക്കെ ചോദിച്ചപ്പോൾ ഓൻ എന്നോട് പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല, ഞാനും എനിക്ക് കത്തിക്കില്ല എന്നുള്ളത്. അതെനിക്ക് എന്തോ ഒന്നും അറിയാത്ത കുട്ടിയെ നാടകം കണ്ടിട്ട് സംഭവം എന്താണെന്ന് മനസ്സിലാക്കി എന്നുള്ളൊരു സന്തോഷം തോന്നി. ഇതൊക്കെ ഞങ്ങളെ നാട്ടുകാരൻ കേട്ടോ. പാട്ടാണ് ഈ സമയത്ത്, അത് കോപ്പിറൈറ്റ് വരുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വോയിസ് ഇടുന്നത്. അങ്ങനെ ഹരിതകർമ്മസേനേൻ്റെ ഒരു പ്രതിജ്ഞ എടുത്ത് ഞങ്ങൾ പ്ലാസ്റ്റിക് വലിച്ചെറിയില്ല. ചിലവർക്ക് ഈ വീട്ടിൽ വരുന്നവർക്ക് പൈസ കൊടുക്കാനുള്ള മടിയൊക്കെ ഉണ്ടാകും. അതൊക്കെ അവതരിപ്പിച്ച് നല്ലൊരു നാട്ടുകാരാണ്, അറിയുന്നവരായതുകൊണ്ട് നല്ലൊരു പരിപാടിയായിട്ട് തോന്നി. എനിക്ക് നല്ല ഇഷ്ടമായത്. UKG പഠിക്കുന്ന എൻ്റെ മോനത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മോശമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന മുക്കാൽ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാകും. ചെയ്യരുതെന്ന് ഒരാൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അത്രയേ ഉള്ളൂ. ബായ്.